ആറന്മുളയിൽ വിമാനത്താവള പദ്ധതിക്കായി നിലത്തിയ നികത്ത കൃഷിയിറക്കാനുള്ള സാധ്യതകളാരായുമെന്ന കൃഷിമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പൊതുവിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. എന്നാൽ നിലത്തിയ നികത്ത കൃഷിയിറക്കുകയെന്നത് നിലവിലെ സാഹചര്യത്തിൽ പ്രായോഗികമാകാനിടയില്ല. വ്യാവസായിക മേഖലാ പ്രഖ്യാപനം റദ്ദു ചെയ്യുന്നതിന് അടിയന്തര പ്രാധാന്യമുണ്ടാകണമെന്നാണ് പരിസ്ഥിതി സംഘടനകളുടെ ആവശ്യം. വിമാനത്താവള പദ്ധതിക്കായി നികത്തിയ നീർച്ചാലും വലിയ തോടും മണ്ണുമാറ്റി പുനഃസ്ഥാപിക്കുന്നത് മുടങ്ങിക്കിടക്കുകയാണ്. ഇക്കാര്യത്തിലും പരിഹാരം വേണം. കൃഷി നടത്തുമെന്ന് പറയാൻ വളരെ എളുപ്പമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതിൻ്റെ വ്യാവസായിക മേഖലാ പ്രഖ്യാപനം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അത് ഒഴിവാക്കാതെ ഇവിടെ ഒരു കാര്യങ്ങളും നടക്കില്ല. ആറന്മുള പുഞ്ചയുടെ വിവിധ മേഖലകളിലായി 232 ഏക്കർ സ്ഥലമാണ് വ്യവസായിയായ എബ്രഹാം കലമണ്ണിൽ എയർ സ്ട്രിപ്പ് തുടങ്ങുന്നതിനായി വാങ്ങിക്കൂട്ടിയത്. പിന്നീട് 35 ഏക്കറോളം പാടശേഖരവും തോടും നികത്തിയെടുക്കുകയും സ്ഥലം KGS ഗ്രൂപ്പ് ഏറ്റെടുക്കുകയും ചെയ്തു. റൺവേക്കായി നികത്തിയ ആറന്മുള പുഞ്ച പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനുള്ള നടപടി തുടങ്ങിയത് കഴിഞ്ഞ വർഷം ജൂൺ 29-നാണ്. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. എന്നാൽ മണ്ണ് നീക്കം നിരവധി തവണ തടസ്സപ്പെട്ടു. മിച്ചഭൂമി സമരത്തിന്റെ ഭാഗമായി പദ്ധതി പ്രദേശത്ത് കുടിൽ കെട്ടിക്കഴിയുന്നവരുടെ പുനരധിവാസത്തിനും പുതിയ പ്രഖ്യാപനത്തോടെ പദ്ധതി തയ്യാറാക്കേണ്ടതായുണ്ട്. ഭൂമി ഏറ്റെടുക്കാനുള്ള നിയമപരമായ സാധ്യത ഉപയോഗപ്പെടുത്താനുള്ള നടപടിയും വേണം. പാതി വഴിക്ക് പുനഃസ്ഥാപനം നിലച്ച ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്തെ തോടാണ് ഇത്. ഇത്തരത്തിൽ പ്രായോഗിക കടമ്പകൾ ഇനിയും ഏറെയുണ്ട് ആറന്മുളയ്ക്ക് മുന്നിൽ. കയ്യടി നേടുത്തിരുന്ന തീരുമാനങ്ങൾക്കൊപ്പം ക്രിയാത്മകമായ ഇടപെടൽ കൂടി ആറന്മുള വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. വിശാലമായ അർത്ഥത്തിൽ സർക്കാർ സംരക്ഷിത തണ്ണീർത്തടമായി ആറന്മുള പുഞ്ചയെ നിലനിർത്തുന്നത് പോലും പ്രയോജനകരമായിരിക്കുമെന്നാണ് പരിസ്ഥിതി സംഘടനകളുടെ അടക്കം വാദം. ആറന്മുളയിൽ നിന്നും ക്യാമറ പേഴ്സൺ അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം സജോ ദേവസ്യ, മീഡിയ 1.